ചാന്തായിലെ രണ്ടാമത്തെ പൗലോസ്ലീഹ എന്നറിയപ്പെടുന്ന ഫാദർ ജോർജ് കനിഷ്യയൂസ് CMIയുടെ കബറിടത്തിലേക്ക് ജനപ്രവാഹം. ജോർജ് അച്ഛൻ ഓർമ്മയായിട്ട് 3 വർഷമായെങ്കിലും അദ്ദേഹം പഠിപ്പിച്ച കുട്ടികളും നാട്ടുകാരും അച്ഛനെ മറന്നിട്ടില്ല. അവർ അദ്ദേഹത്തിന് വേണ്ടി പ്രതിമ സ്ഥാപിച്ചു. കനിഷ്യൂസ് ബാവ എന്നാണ് നാട്ടുകാർ അച്ഛനെ വിളിക്കുന്നത് തന്നെ. തുടക്കകാലത്ത് പാട്ടക്കുടാവ്, വണി, ശെങ്കാവ്, ജൂതി എന്നീ 4 സ്ഥലങ്ങളിൽ സഭയുടെ സെൻറ്ററുകളും ദേവാലയങ്ങളും തുടങ്ങിയത് അച്ഛനാണ്. ഈ അച്ഛൻ അത് ചെയ്തത് വറൂൽ, വിരൂർ എന്നീ സ്ഥലങ്ങളിൽ താമസിച്ചുകൊണ്ടാണ്. അവിടെ നിന്നുകൊണ്ട് കുന്നും മലയും കയറി നടന്നാണ് പ്രേക്ഷിത പ്രവർത്തനം നടത്തിയത്. ജൂതിയിൽ അദ്ദേഹം ഒരു വിദ്യാലയത്തിനും തുടക്കമിട്ടു. പ്രാർത്ഥനയിൽ കെട്ടിപ്പടുത്ത ജീവിതവും ഉറച്ച ജീവിത വിശുദ്ധിയും കൊണ്ടാകണം ഒരു വിശുദ്ധനെ എന്ന പോലെയാണ് ആളുകൾ അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് നാട്ടുകാർ ഒരു പുസ്തകവും എഴുതുന്നുണ്ട്. ദീർഘദൂരം നടന്നാണ് അച്ഛൻ സുവിശേഷം പ്രഘോഷിച്ചിരുന്നത്. ഇന്നത്തെ പോലെ മാധ്യമങ്ങൾ പ്രചാരമില്ലാതിരുന്ന സമയങ്ങളിൽ ഗ്രാമീണർക്കിടയിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സിനിമകൾ കാണിക്കുന്നതിന് പ്രൊജക്ടറുകൾ ഉൾപ്പെടെ കെട്ടിച്ചുമന്നുകൊണ്ട് മണിക്കൂറുകളോളം അച്ഛൻ നടക്കുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ചാന്തായിലെ പൗലോസ്ലീഹ വിശേഷണവും പേർന്നു. രാമപുരത്തുള്ള വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ്റെ അൾത്താര ശുശ്രൂഷയായിരുന്നു ജോർജ് അച്ഛൻ. അതെ, ഇവരെ പോലെയുള്ളവരാണ് വിശുദ്ധ ജീവിതത്തിലൂടെ നാടിന് പ്രിയപ്പെട്ടവരായി മാറുന്നത്.